ഇനി സദ്യക്ക് വിളമ്പാറാവണ സമയമാകുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ എങ്ങനെയാണ് ഇരിക്കണേന്ന് നമ്മൾ ഓരോന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ സാമ്പാർ. ഇങ്ങനെ ഒന്നും കൂടി കാണിക്കണം എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടൊക്കെ തോന്നും. പക്ഷേ ഒരു നല്ല ചൂടുള്ള കൽച്ചട്ടിയിൽ അത് കുറച്ച് നേരം ഇരുന്ന് ഒരു പാത്രഭാഗമൊക്കെ വന്നു കഴിയുമ്പോൾ കണ്ടോ നല്ല മാമ്പഴക്കാളൻ. ആ ഉരുളിയിലെ ചൂടിലിരുന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് കറക്റ്റ് സദ്യയിൽ വിളമ്പണ പാകത്തിന് തന്നെ നല്ല ഉലർന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. തോരൻ, കിച്ചടി, അടുത്തത് മധുരപ്പച്ചടി, അടുത്തത് ഓലൻ, അടുത്തത് നല്ല ഫ്രഷ് ഉപ്പിലിട്ടത്. ഉപ്പിലിട്ടത് മീൻസ് പിക്കിൾ. നമ്മളിപ്പോൾ അരിഞ്ഞിപ്പം ഉണ്ടാക്കിയ നുറുക്ക് മാങ്ങാ കറി. ഇതാ നല്ല ഒന്നാന്തര അവിയൽ, ഇഞ്ചിത്തൈര്. നമസ്കാരം. നമ്മൾ പറഞ്ഞതുപോലെ സദ്യ വിഭവങ്ങളെല്ലാം കൂടി ഒരു വീഡിയോയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ വിട്ടുപോയിട്ടുള്ള ചില വിഭവങ്ങളുണ്ട്. അതിൻ്റെ കാരണം ഞാൻ തന്നെ പറയാം. വിഷു ആകുമ്പോൾ നമ്മൾ എന്തായാലും മാമ്പഴക്കൂട്ടാൻ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ മാമ്പഴക്കൂട്ടാൻ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ വേറൊരു കാളൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കുറുക്ക് കാളൻ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ മാമ്പഴക്കൂട്ടാനുണ്ട്, സാമ്പാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ രസം ഉണ്ടാക്കിയാൽ നമുക്ക് വേസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കണമെങ്കിലും അത് ഉണ്ടാക്കി വേസ്റ്റ് ആക്കി കളയാൻ പറ്റാത്തത് കൊണ്ട് രസം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ പുളിയിഞ്ചി എന്ന് പറയുന്നത് അമ്മ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്ന സാധനം ആയതുകൊണ്ട് എനിക്ക് വീണ്ടും അത് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അതും ഉപയോഗമല്ലാത്തതുകൊണ്ട് പുളിയിഞ്ചി ഈ വീഡിയോയിലില്ല. പിന്നെ സദ്യ സ്റ്റൈൽ പരിപ്പ് കറി അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും എരിശ്ശേരി കൂട്ടുകറി, അതിൽ കൂട്ടുകറി നമ്മൾ ചെയ്തിട്ടുണ്ട്. എരിശ്ശേരിയും കൂട്ടുകറിയും ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം കൂട്ടൊക്കെ ഒരുപോലെയാണ്. അതുകൊണ്ട് എരിശ്ശേരി ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം തന്നെ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് നോക്കി അത് ഉണ്ടാക്കണം എന്ന് ആവശ്യമുള്ളവർ ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വിഷുവിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്താൽ പായസം ഉൾപ്പെടെയാണ് ചെയ്യുന്നത്. ഇനി വേറൊരു വീഡിയോ നമ്മൾ വിഷുവിന് വേണ്ടിയിട്ട് ഇടുന്നില്ല. പിന്നെ വിഷുവിൻ്റെ അന്ന് ഞാനിവിടെ നാട്ടിൽ ഉണ്ടാവില്ല, ചെറിയൊരു യാത്രയിലായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ വിഷു ആശംസകൾ എല്ലാവർക്കും. നല്ലൊരു വിഷു ആശംസിക്കുന്നു. പിന്നെ യാത്ര എന്ന് പറയുമ്പോൾ യാത്രയുടെ വീഡിയോകൾ എത്രത്തോളം നമുക്ക് ഇടാൻ വേണ്ടി പറ്റും എന്ന് എനിക്ക് അറിയില്ല, കാരണം കുട്ടികളെയും കൊണ്ടുള്ള യാത്രയാണ്. എന്നാലും പറ്റുന്നത് പോലെ വീഡിയോകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലിപ്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ കണ്ടോളൂ. നമുക്ക് ഇഞ്ചി തൈരിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വലിയൊരു കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത്, പച്ചമുളക്, എരിവുള്ള ഉണ്ടമുളക് 3 എണ്ണം ചെറുതാക്കി അരിഞ്ഞു വെച്ചത്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല കട്ട തൈര് വേണം, അധികം പുളിയില്ലാത്തത്. അത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇഞ്ചി തൈര് റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരച്ച് ചേർക്കണ രീതി ഇവിടെ ഇല്ല. അടുത്തത് എന്തെങ്കിലും ഒരു പിക്കിള് വേണം. അപ്പോൾ നമ്മളിപ്പോൾ മാങ്ങക്കാലം ആയതുകൊണ്ട് തന്നെ മൂവാണ്ടൻ മാങ്ങ, നല്ല പച്ച മൂവാണ്ടൻ മാങ്ങ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ കുരുകുരാതാണ് നുറുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപ്പിട്ട് വെച്ചത്, ഇവിടെ വെള്ളം ഇങ്ങനെ നമുക്ക് ഊറി വന്നിരിക്കുന്നത് കാണാം. എന്നാണോ സദ്യ അതിൻ്റെ തലേ ദിവസം ഉപ്പിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉപ്പിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. വേറെ വെള്ളം ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പിൻ്റെ അളവ് പറയുന്നില്ല, കാരണം ഓരോ മാങ്ങയുടെയും പുളിക്കനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരാം. ഇന്നലെ രാത്രി ഉപ്പിട്ട് വെച്ച മാങ്ങ നമ്മൾ രാവിലെയാണ് കൂട്ടണത്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പൊടികളാണെന്ന് പറയാം. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. ഉലുവപ്പൊടി എന്ന് പറയുമ്പോൾ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവപ്പൊടി. 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ എരിവുള്ള മുളക് പൊടി. 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി. 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും പൊടികളാണ് വേണ്ടത്. ഇത് ഇതിലേക്ക് ഒരുമിച്ച് തന്നെ ചേർക്കുകയാണ്. മാങ്ങയിലേക്ക് പൊടികളെല്ലാം കൂടി യോജിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി അടുത്തതായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇത്രയേ ഉള്ളൂ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു സദ്യ സ്റ്റൈൽ മാംഗോ പിക്കിൾ. അടുത്തത് കൂട്ടുകറിക്കുള്ള കടല വേവിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് അളവിൽ കറുത്ത കടല. ഇതിന് പകരം ഗ്രീൻ പീസ് ആണെങ്കിലും എടുക്കാം. അത് തലേ ദിവസം കുതിർത്ത് വെച്ചതാണ്. പിറ്റേ ദിവസം ഒരിത്തിരി ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോണത് കൂട്ടുകറിയല്ല, പക്ഷെ ഞാൻ ആ ചെയ്യുന്ന ഓർഡറിൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കണതാണ് കേട്ടോ. കടല വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ അത് എളുപ്പമാണ്. ഈ വിഷു ഓണസദ്യ എന്ന് വ്യത്യസ്തമാവണം എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാദേശികമായിട്ട് ആ ഒരു സമയത്ത് കിട്ടുന്ന വെള്ളരിക്ക അല്ലെങ്കിൽ മാമ്പഴം, ചക്ക ഇതൊക്കെ വെച്ചിട്ടാണ് വിഷുസദ്യ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചടി ഉണ്ടാക്കുന്നത് വെള്ളരിക്ക വെച്ചിട്ടാണ്. കണിവെള്ളരി വളരെ ചെറിയൊരു കഷ്ണം
ഇപ്പോൾ അതായത് ഒരു ചെറിയ ബൗളിൽ അത്ര ഞാൻ നുറുക്കിയെടുത്തിട്ടുള്ളൂ, വളരെ ചെറുതായിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ പച്ചക്കടുക് അരച്ചുണ്ടാക്കുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഒരുപാടായാൽ അത് നമ്മൾ രാത്രി ആകുമ്പോഴേക്കും കേട് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം അളവിൽ പച്ചടിയും കിച്ചടിയൊക്കെ ഉണ്ടാക്കിയാൽ മതിയാവും. ഈ ഒരു ബൗളിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. വെള്ളരിക്ക കഷ്ണം കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഓരോന്നിനും എത്ര വീതം തേങ്ങ എന്നുള്ളത് ആദ്യം പറയാം. ഒരു കൈപ്പിടി അളവിൽ പറയുകയാണെങ്കിൽ 1.5 പിടി തേങ്ങ തിരക്കിയതാണ്. ഇത് കിച്ചടിയുടെ കാര്യമാണ് പറയണത് കേട്ടോ. കിച്ചടിക്ക് തൈര് ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കാൻ വേണ്ടി പോണത്. വേവിക്കണില്ല കേട്ടോ, ഈ അരപ്പ് നമ്മൾ വേവിക്കണില്ല. വെന്ത വെള്ളരിക്ക കഷ്ണത്തിലേക്ക് പച്ചക്കാണ് ഈ അരപ്പ് ചേർക്കാൻ വേണ്ടി പോണത്. തേങ്ങ, തൈര്, 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ അളവിൽ പച്ചക്കടുകും കൂടി ചേർത്തിട്ടാണ്. കിച്ചടിക്ക് കടുക് നന്നായിട്ട് അരയാം, പക്ഷേ പച്ചടിക്കാണെങ്കിൽ കടുക് ചതയാനേ പാടുള്ളൂ. കിച്ചടിക്ക് വേണ്ടി വെള്ളരിക്ക കഷ്ണം വേവണ സമയം കൊണ്ട് നമുക്ക് മധുരപ്പച്ചടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പൈനാപ്പിളിന്റെ പകുതി മാത്രമാണ് വളരെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. കഷ്ണത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൈനാപ്പിൾ നല്ലപോലെ വേവിച്ചെടുക്കണം. വേവിക്കണതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശർക്കര ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഒരച്ച് ശർക്കര എടുക്കാം കേട്ടോ, കാരണം മധുര പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം മധുരം തന്നെയാണ് മുമ്പിൽ നിൽക്കേണ്ടത്. വെള്ളരിക്ക കഷ്ണം ഒരുപാട് വേവണ്ട, 1/4 ഭാഗം വെന്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചതും കൂടി ചേർക്കുകയാണ് കേട്ടോ. പെരുക്കുണ്ടാക്കണ ഒരു രീതി തന്നെയാണ്. നമ്മൾ പച്ചമാങ്ങ കൊണ്ട് പെരുക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെയാണ് ഈ വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കടുകും മുളകും വറക്കേണ്ട ആവശ്യമില്ല, വറുത്തിടുന്നില്ല കേട്ടോ. അതൊക്കെ നമ്മൾ മധുരപ്പച്ചടിയിലാണ് ചെയ്യണത്. പിന്നെ ഈ ഒരു കിച്ചടിക്ക് എടുക്കണ മോര് അല്ലെങ്കിൽ തൈരിന് അല്പം പുളിയാവാം, പക്ഷേ മധുരപ്പച്ചടി പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത് പുളിയില്ലാത്തതാണ്, കാരണം അതിൽ മധുരമാണ് മുമ്പിൽ വെക്കേണ്ടത്. അപ്പം നമ്മുടെ വെള്ളരിക്ക പെരുക്ക് അല്ലെങ്കിൽ വെള്ളരിക്ക കിച്ചടി എന്ന് പറയണത് സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. മധുരപ്പച്ചടിക്ക് 2.5 പിടി അളവിൽ ചിരകിയ തേങ്ങ, 1/4 ടീസ്പൂൺ പച്ചക്കടുക്, ഒരേ ഒരു പച്ചമുളക്. കിച്ചടി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന അളവിൽ നമുക്ക് തൈര് ഇവിടെ ആവശ്യമില്ല കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ തൈര് മാത്രമേ ഉള്ളൂ, കാരണം ഇത് മധുരപ്പച്ചടിയാണ്, പുളി വരാൻ പാടില്ല. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് തൈര് എടുത്തിട്ടുള്ളൂ. ഇനി കടുകൊന്ന് ചതഞ്ഞെടുത്താൽ മതി. നാളികേരം ഞാൻ ഒന്ന് കറക്കി ആദ്യമേ തന്നെ അരച്ച പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി പച്ചമുളകും കടുകും കൂടി ഒന്ന് ജസ്റ്റ് ഒറ്റ കറക്കിയിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. പൈനാപ്പിളിന്റെ കഷ്ണം നന്നായിട്ട് വെന്ത അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കുന്നത് ചെറിയൊരു നിറത്തിന് വേണ്ടി മാത്രമാണ്. വളരെ തരിതരിപ്പോടു കൂടി അരച്ചു വെച്ചതും കൂടി ചേർക്കുകയാണ്. തേങ്ങ ചേർത്ത് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെള്ളം ഒന്ന് വറ്റണ വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് വറുത്തിടുകയും കൂടി വേണം. വറുത്തിടുകയും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മുന്തിരി ചേർത്തിട്ടില്ല. മുന്തിരി വേണ്ടവർക്ക് പൈനാപ്പിളിൻ്റെ കൂടെ മുന്തിരി ചേർക്കാം. അപ്പോൾ അവസാനം മുന്തിരി ചേർത്താൽ മതി. പൈനാപ്പിളിൻ്റെ അത്ര വേവും മുന്തിരിക്ക് ഇല്ലാത്തതുകൊണ്ട്. ഇത് വെറും പൈനാപ്പിൾ മധുരപ്പച്ചടിയാണ്. ഇതൊന്ന് ഞാൻ ഇളക്കി കാണിക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മൾ വെള്ളരിക്ക ചെയ്ത സമയത്ത് കുറച്ച് ലൂസായിട്ട് സ്പൂണിൽ വിളമ്പുമ്പോൾ കുറച്ച് ലൂസ് പാകത്തിനാണ്. പക്ഷേ ഇത് നമ്മൾ നല്ല കട്ടി മധുരപ്പച്ചടിയായിട്ടാണ്. അതുകൊണ്ട് വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓലൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഓലൻ ഉണ്ടാക്കണ സമയത്തുണ്ടല്ലോ പല ആളുകൾക്കും സംശയം ഉണ്ടാകും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കും, മത്തങ്ങയും വൻപയറും കൊണ്ടുണ്ടാക്കും, കുമ്പളങ്ങ കൊണ്ട് മാത്രം ഉണ്ടാക്കും, കുമ്പളങ്ങയും വൻപയറും കൊണ്ടുണ്ടാക്കും. അങ്ങനെ പല രീതിയിൽ പല സ്ഥലത്ത് വ്യത്യസ്തമായിട്ടുള്ള ഓലനുകൾ ഉണ്ടാക്കും. ചില ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ ഇല്ലാത്തത് ഓലനാണെന്ന് അവർക്ക് അംഗീകരിക്കാൻ തന്നെ പറ്റില്ല. പക്ഷെ നമ്മുടെ രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഓലനാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മത്തങ്ങ, ചെറിയൊരു മത്തങ്ങയാണെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. കാരണം ഓലനൊക്കെ എന്ന് പറഞ്ഞാൽ അധികം ചിലവ് ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ചെറിയൊരു കഷ്ണം മത്തൻ കനം കുറച്ച് ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടുണ്ട്. ഒരു എരിവിന് വേണ്ടിയിട്ട് പേരിന് ഒരു പച്ചമുളക് ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കണം. ഇതേ റെസിപ്പി തന്നെ വൻപയർ ചേർത്തിട്ട് ചെയ്യുമ്പോഴും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ, അത് മാറ്റി അടുത്തത് ഇനി സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് വേവിച്ച് വെക്കുകയാണ്. സ്റ്റീൽ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അളവിൽ തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഉപ്പും മഞ്ഞപ്പൊടി ഒന്നും ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ മത്തങ്ങയുടെ കഷ്ണം ഓലിന് വേണ്ടി വേവണ സമയം കൊണ്ട് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. മത്തങ്ങ കഷ്ണം വെന്ത് വെള്ളം ഒരുവിധം വറ്റി തുടങ്ങിയാലില്ലേ നമ്മൾ തീ ഓഫ് ചെയ്യാണ്. പിന്നെ ഓലനിൽ നമ്മൾ കറിവേപ്പില ഇടാറില്ല. മുളോഷത്തിലാണ് ഈ പച്ചവെളിച്ചെണ്ണ കറിവേപ്പില എന്നുള്ള കോമ്പിനേഷൻ. ഓലനിൽ വെറുതെ നമ്മളൊരു പച്ചവെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂണോളം ഒഴിക്കുക മാത്രമേ ചെയ്യുള്ളൂ തീ ഓഫ് ചെയ്തിട്ട് കേട്ടോ. നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കണം, എന്നാലാണ് സ്വാദ് ഉണ്ടാവുള്ളൂ. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഓലൻ. അവിയൽ ഉണ്ടാക്കാം.
നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളത് മുരിങ്ങക്കായ, അതുപോലെ നമ്മുടെ അച്ചിങ്ങാപ്പയർ, ചേന, നേന്ത്രക്കായ, ക്യാരറ്റ്, പിന്നെ വെള്ളരിക്കയുടെ കണിവെള്ളരിയുടെ ഒരു ചെറിയ കഷ്ണവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കഷ്ണങ്ങൾ ഏകദേശം ഒരു ചെറിയ ഉരുളി 3/4 ഭാഗം നിറയാൻ പാകത്തിനുള്ള അളവിലാണ് അവിയലിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളത്. എല്ലാ കഷ്ണവും ഒരുമിച്ച് വേവണോണ്ട് തന്നെ ചേന നല്ല ചെറുതാക്കിയിട്ട് വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ചേനയ്ക്കാണ് അത്യാവശ്യം വേവുള്ളത്. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞാൽ ചേന ഒപ്പം കിടന്ന് വെന്തോളും ചെയ്യും. അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്കുള്ള മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത് മോര് ചേർത്തിട്ടാണ് വേവിക്കണേ കേട്ടോ. അപ്പോൾ പുളിയുള്ള മോര് എടുക്കണം. കാരണം മോരിൽ കിടന്ന് കഷ്ണങ്ങൾ വേവേണ്ടതുകൊണ്ട് തന്നെ പുളി ഇല്ലാത്ത മോര് എടുത്തു കഴിഞ്ഞാൽ പിരിയും. നല്ല പുളിയുള്ള മോര് എടുക്കുകയാണെങ്കിൽ പിരിഞ്ഞു കിട്ടില്ല കേട്ടോ. അത് ഒരു 1/2 ഗ്ലാസ് മുതൽ സ്റ്റീൽ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വരെ മോര് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം വേണം അടച്ചു വെച്ച്, വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട, അടച്ചു വെച്ചിട്ട് ആ ആവി വെള്ളത്തിൽ ഈ മോരും കൂടി ചേർന്നിട്ട് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം. അവിയലിൻ്റെ അരപ്പാണ്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. 2 ഇല കറിവേപ്പില ചേർക്കണം അതിലേക്ക്. 3-4 പച്ചമുളക് ചേർക്കാം. ഇനി ജീരകം ചേർക്കാതെ ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് പേരിനൊരു നുള്ളു ജീരകം ചേർത്തിട്ടുണ്ട്. ഒരുപാട് ജീരകം വേണ്ട കേട്ടോ, ഒരു നുള്ളു ജീരകം. വെള്ളം ചേർക്കാതെ ഇതൊന്നും കൂടി ഒന്ന് ചതച്ചെടുക്കുക. അവിയലിൻ്റെ കഷ്ണങ്ങളുടെ വേവ് നോക്കണമെങ്കിൽ ചേന കഷ്ണം എടുത്ത് നോക്കണം കേട്ടോ. ചേന വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം വെന്തിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പം നമ്മൾ ആ അവിവെള്ളവും മോരും ഒട്ടും പിരിഞ്ഞിട്ടുമില്ല, എന്നാൽ കഷ്ണങ്ങളിലേക്ക് പുളി പിടിച്ചിട്ടുണ്ട്. ഇനി ഉരുളി ആയതുകൊണ്ട് മാത്രം ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഉരുളി കൽച്ചട്ടിയൊക്കെ ആണെങ്കിൽ ചൂടുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് ഇരുന്ന് ചൂടാവുമ്പോൾ ഒന്നും കൂടി കുറുകും ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. സാധാരണ സ്റ്റീൽ പാത്രമാണെങ്കിൽ ഒഴിക്കണമെന്നില്ല. ഇനി ചതച്ച് വെച്ച തേങ്ങ ചേർക്കുക. തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ്, ഒരുപാട് തേങ്ങ ചൂടാവേണ്ട ആവശ്യമില്ല, 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ഉടനെ തന്നെ 2-3 തണ്ട് കറിവേപ്പില ചേർക്കണം. അതുപോലെ പച്ച വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഇളക്കരുതെന്നാണ് നമ്മൾ പറയുക. ഇതിങ്ങനെ ഒരു പാത്രഭാഗം എന്ന് പറഞ്ഞിട്ട് ഒരു പാകമുണ്ട്, ഇതിങ്ങനെ അടച്ചിരിക്കണം. അതിന് വിളമ്പാറാവുമ്പോൾ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് വിളമ്പുകയാണ് ചെയ്യുക. നമ്മൾ അവിയൽ ഉണ്ടാക്കുന്ന സമയത്തെ അത് എടുത്ത അളവും കഷ്ണവും പറഞ്ഞില്ലല്ലോ, പറയാം. ക്യാരറ്റ് ഇടത്തരം വലിപ്പമുള്ള 1 എടുത്തിട്ടുണ്ട്. ചേന വളരെ ചെറിയൊരു കഷ്ണം, നേന്ത്രക്കായ ഇടത്തരം വലിപ്പമുള്ള 1, മുരിങ്ങക്കായ 3, കണിവെള്ളരി വളരെ ചെറിയ കണിവെള്ളരിയുടെ ഒരു 1/4 ഭാഗമാണ് വെള്ളരി എടുത്തിട്ടുള്ളത്. പിന്നെ അച്ചിങ്ങാപ്പയർ ഒരു 8-10 എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവിയലിന് എടുത്തിട്ടുള്ളത്. നമ്മൾ സാമ്പാറാണ് കേട്ടോ അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. 1 മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം മുരിങ്ങക്കായ അങ്ങോട്ട് 2 തിള തിളച്ചതിന് ശേഷം വേണം വെണ്ടയ്ക്കയും തക്കാളിയും ചേർക്കാൻ. അപ്പം ആദ്യം മുരിങ്ങക്കായ ഒന്ന് തിളക്കട്ടെ. മുരിങ്ങക്കായ ചേർത്ത് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള കഷ്ണങ്ങൾ ചേർക്കുക. അതെന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. തക്കാളി 3, വെണ്ടയ്ക്ക ഒരു 6, മത്തങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ഒരു 5-6 കഷ്ണം ഇതുപോലത്തെ മതി കേട്ടോ. ഇത്രയാണ് ചേർക്കണത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചതും കൂടി ചേർക്കുകയാണ്. പുളിയിൽ കഷ്ണങ്ങൾ വേവില്ല എന്ന് പറയും, പക്ഷെ ഇതിൽ ചേർത്ത മത്തങ്ങയാണെങ്കിലും തക്കാളി ആണെങ്കിലും വെണ്ടയ്ക്കാണെങ്കിലും അധികം വേവില്ലാത്തതാണ്. അപ്പോൾ പുളി വെള്ളത്തിൽ വെന്തോളും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു 2 ഇല കറിവേപ്പില ചേർക്കാം. കഷ്ണങ്ങൾ അങ്ങോട്ട് വെന്ത് വരട്ടെ കേട്ടോ. കഷ്ണം നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർക്കണം. കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. പരിപ്പ് അങ്ങോട്ട് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. 1 ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ള സാമ്പാർ പൊടി കലക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലെ വെള്ളത്തിൽ കലക്കിയാണ് ചേർക്കുന്നത്. ഇങ്ങനത്തെ കുഴിക്കയിലുണ്ടല്ലോ, അതിൽ നിറയെ 1 കയ്യിൽ സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇളക്കി നോക്കുമ്പോൾ നമുക്ക് പരിപ്പിൻ്റെ കൊഴുപ്പ് നന്നായിട്ട് തോന്നുന്നുണ്ട്. കുറച്ചും കൂടി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുക. സാമ്പാർ നന്നായിട്ട് തിളച്ച് ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ കായപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. അത് വറുത്തിടുമ്പോൾ നമുക്ക് കായപ്പൊടി ചേർക്കാം. ശരിക്ക് അമ്മയുടെ സാമ്പാർ പൊടിയിൽ തിളയ്ക്കുമ്പോൾ തന്നെ നല്ല കായത്തിൻ്റെ വാസന വരുന്നുണ്ട്. എന്നാലും പേരിന് ഇത്തിരി കായപ്പൊടി നമുക്ക് വറുത്തിടുമ്പോൾ ചേർക്കണം. വെളിച്ചെണ്ണയിൽ നമ്മൾ കടുകും പച്ചമുളകും കറിവേപ്പിലയും കൂടി വറുത്തിടാൻ പോവുകയാണ്. അത് ഇടുന്നതിന് മുമ്പായിട്ട് ഒരു 3/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി നമ്മൾ ആ എണ്ണയിൽ ചേർത്തൊന്ന് ഇളക്കിയിട്ട്
വറുത്തിടുക. അപ്പോൾ സാമ്പാറിന് നല്ല രീതിയിൽ കായത്തിൻ്റെ വാസന കിട്ടും. അപ്പോൾ തൃശ്ശൂർ സ്റ്റൈല് നല്ല അസല് വറുത്തരയ്ക്കാത്ത കേട്ടോ, പൊടി ചേർത്ത് ഉണ്ടാക്കണ നല്ല സൂപ്പർ സാമ്പാർ. അടുത്തത് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി വയ്ക്കുകയാണ്. വിഷു സദ്യയിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക മാമ്പഴപ്പുളിശ്ശേരിയാണ്. നമുക്ക് സാമ്പാറോ രസമൊക്കെ മാറ്റി നിർത്തിയാലും ചിലപ്പോൾ ചെറിയ സദ്യയൊക്കെ ആണെങ്കിൽ മാമ്പഴപ്പുളിശ്ശേരി മാത്രം മതി. ഞാൻ സാമ്പാറും രസമൊക്കെ കൂടെ കാണിക്കണം എന്താ വെച്ചാൽ വിഷു സദ്യ ആയിട്ടല്ല, ഏതൊരു സദ്യക്കും ഉപകാരപ്പെടണം എന്ന് വിചാരിച്ച് ചെയ്യണോണ്ടാണ് എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തി തന്നെ ചെയ്യണത്. അപ്പോൾ ചെറിയ നാട്ടുമാമ്പഴമാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുക, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് ഉപ്പ് ചേർക്കുക, ഒരു വെല്ലം ശർക്കര ചേർക്കുക. കാരണം നല്ല പുളിച്ച മോര് വെച്ചിട്ടാണ് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ മാമ്പഴത്തിൻ്റെ മധുരം മാത്രം മതിയാവില്ല, കുറച്ചൊരു ശർക്കരയും കൂടി വേണം. ഇനി ശർക്കര മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അളവ് കുറച്ചും എടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലടിച്ചിട്ട് ആദ്യം മാമ്പഴം വേവിച്ചെടുക്കാം. മാമ്പഴം വേവണ സമയം കൊണ്ട് നമുക്ക് കാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാബേജിന്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഒരു നുള്ളു മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കറിവേപ്പില നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പിയത്, ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. മാമ്പഴ കൂട്ടാനിലൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് 10 ചെറിയ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിന് ചെറിയൊരു മുറി തേങ്ങ, വലിയ മുറി തേങ്ങയാണെങ്കിൽ പകുതി മതിയാവും. ഇനി ജീരകം ചേർക്കണില്ല, പച്ചമുളക് മാത്രം ചേർത്തിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ജീരകം നമ്മൾ അവിയലിൽ ചേർക്കുന്നുണ്ട്, കൂട്ടുകറിക്ക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് മാമ്പഴ കൂട്ടാന് ജീരകം ഇല്ലാതെ പച്ചമുളകിന്റെ സ്വാദ് മാത്രമാണ് വേണ്ടത്. അങ്ങനെ വേവിച്ച മാമ്പഴം നമ്മൾ കൽച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് മിനുമിനാന്ന് അരച്ചിട്ടുള്ള അരപ്പ് ചേർക്കണം. ഇനി മിക്സിയുടെ ജാറ് നമ്മൾ ഒരു ഗ്ലാസ് നല്ല പുളിച്ച മോരെടുത്തിട്ട് ആ അരച്ചത് ഒന്നും കൂടി ലൂസാക്കിയിട്ട് മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത് ചേർക്കണം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ്, സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നല്ല പുളിയുള്ള മോര്. പുളിയില്ലാത്ത മോരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മോരിൻ്റെ അളവ് കൂട്ടണം. ഒരു 2 തണ്ട് കറിവേപ്പില ഇപ്പോൾ ചേർക്കാം. ഇനി വറുത്തിടുന്ന സമയത്ത് വറവിലും നമുക്ക് കറിവേപ്പില ചേർക്കണം. മോര് ചേർത്തതിന് ശേഷം മാങ്ങയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടുണ്ടായിരുന്നുള്ളൂ, കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. നല്ലോണം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ പതഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇനി വറുത്തിടല് ബാക്കി എല്ലാത്തിനും നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. പക്ഷേ മാമ്പഴപ്പുളിശ്ശേരിക്ക് സ്വാദ് വരണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ തന്നെ വറുത്തിടണം. അപ്പോൾ ഇനി അടുത്തത് നെയ്യിലും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ മാമ്പഴപ്പുളിശ്ശേരി റെഡിയായി. ഇനി നല്ല നെയ്യിൽ 2 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 1 തണ്ട് കറിവേപ്പില, ഇത്രയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം മാമ്പഴപ്പുളിശ്ശേരി. കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് കടല നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്ക് അടുത്തത് വേവിക്കാനുള്ളത് ചേനയും കായയാണ്. ഒരു നേന്ത്രക്കായ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ. അതുപോലെ വളരെ ചെറിയൊരു കഷ്ണം ചേന. കൂട്ടുകറിയൊക്കെ വളരെ ചെറിയ അളവിലാണ് നമുക്ക് വിളമ്പേണ്ട ആവശ്യമുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത്രയും കഷ്ണം മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് 1 മുറി തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ വെറും 1/4 ഭാഗം മാത്രമാണ് നമ്മൾ അരയ്ക്കാൻ എടുക്കുള്ളൂ. ബാക്കി 3/4 ഭാഗവും വറക്കാനാണ് എടുക്കുക കേട്ടോ. എരിശ്ശേരിക്കാണെങ്കിൽ വ്യത്യാസമുണ്ട്. പക്ഷെ കൂട്ടുകറിക്ക് ആകുമ്പോൾ വളരെ കുറച്ച് 1/4 ഭാഗം തേങ്ങ അരയ്ക്കാൻ എടുക്കുക, 3/4 ഭാഗം തേങ്ങ വറക്കാൻ മാറ്റി വയ്ക്കുക. കൂട്ടുകറിയുടെ അരയ്ക്കാനുള്ള 1/4 ഭാഗം തേങ്ങയിലേക്ക് 2 ഇല കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് അരയ്ക്കുക കേട്ടോ. കാരണം മൊത്തം നമ്മൾ 1/2 ടീസ്പൂണ് ജീരകമാണ് എടുക്കുന്നത്. വറക്കണയിലേക്കും കുറച്ച് ജീരകം ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് അരയ്ക്കാം. കൂട്ടുകറിക്ക് വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള 3/4 ഭാഗം തേങ്ങ വറക്കണം. അതിനുവേണ്ടി ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം നമ്മൾ വറക്കാൻ ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ജീരകം നമ്മൾ അരച്ചിട്ടുമുണ്ട്. ഇനി ജീരകം നന്നായിട്ട് പൊട്ടണം. ഉഴുന്നുപരിപ്പിൻ്റെ നിറം നല്ല ബ്രൗൺ നിറമാവണം. ഒരു 2-3 തണ്ട് കറിവേപ്പില ചേർക്കാം. തേങ്ങ ചേർക്കാം. തേങ്ങ നല്ല പുളിയുറുമ്പിൻ്റെ നിറം എന്ന് പറയില്ല, ആ ഒരു പാകം ആവണത് വരെ തന്നെ വറുത്തെടുക്കണം. വേവിച്ച് വെച്ച കടല ചേർത്തു, വേവിച്ച് വെച്ചിട്ടുള്ള കായും ചേനയും ചേർത്തു. കൂട്ടുകറിയിൽ പച്ചമുളക് നമ്മൾ ചേർക്കുകയില്ല. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചത്. 2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർക്കണം കേട്ടോ. കുരുമുളക് പൊടിയുടെ നല്ല വാസനയും സ്വാദും കൂട്ടുകറിയിൽ വേണം. നന്നായിട്ട് കുരുമുളക് പൊടി ഒന്ന് യോജിക്കട്ടെ. തേങ്ങയും ജീരകവും അരച്ചു വെച്ചത് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർക്കണം കേട്ടോ. പൊടിച്ച അളവാണ് പറയുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഭാഗങ്ങളിലുള്ള സദ്യ കൂട്ടുകറിക്ക് കുറച്ച് മധുരം ഉണ്ടാവും, അതുകൊണ്ടാണ് ശർക്കര ചേർത്തത്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. തിക്കായിട്ടാണ് കൂട്ടുകറി വേണ്ടത്, അപ്പോൾ വെള്ളം ഒന്ന് വറ്റി വരണം. നന്നായിട്ട് വെള്ളം വറ്റി വരുമ്പോൾ നമ്മുടെ വറവ് ചേർക്കണം. വറവും കൂടി ഒന്ന് ചേർത്ത് ഇളക്കണം. ഇനി അവസാനമായിട്ട് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ല, കാരണം വറക്കണ സമയത്ത് തന്നെ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിക്കണില്ല കേട്ടോ. നല്ല ഒന്നാന്തരം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി.
അടുത്ത നമ്മൾ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 10 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, പിന്നെ ഉണ്ടല്ലോ കൈകൊണ്ട് ഇങ്ങനെ 2 നുള്ള്, 1/4 ടീസ്പൂൺ പോലും ആവശ്യമില്ല കേട്ടോ, ഒരു 2 നുള്ള് കടുക്. ഈ കടുക് ചേർക്കണം എന്തിനാ വെച്ചാൽ ക്യാബേജിൻ്റെ ചില ഒരു കുത്തൽ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കൂ. ഒരു 2 മണി കടുക് കൂട്ടി ചതച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാബേജിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് നിൽക്കില്ല എന്നാണ് പറയുക. ഉടുപ്പി നമ്മൾ കർണാടക ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ചെയ്തിട്ടാണ് ക്യാബേജ് ഇങ്ങനെ തോരൻ ഉണ്ടാക്കുക. ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് ചതച്ചെടുക്കാം. തോരൻ ഉണ്ടാക്കാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. കടുക് ഉഴുന്നുപരിപ്പ് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ക്യാബേജ് ഇങ്ങനെ തിരുമ്പി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ് എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഉപ്പും ആ ഒരു നുള്ള് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയുടെ വാസനയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. വറവ് അടിയിലായതുകൊണ്ട് തന്നെ അടിയിൽ നിന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അത്യാവശ്യം ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ, നമുക്ക് വേറെ വെള്ളം തളിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ചിലർക്ക് നല്ലോണം ക്യാബേജ് വേവണത് ഇഷ്ടമായിരിക്കും. എനിക്ക് ക്യാബേജ് ഒരുപാട് വേവണത് എനിക്ക് താല്പര്യമില്ല. ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ ഞാൻ തേങ്ങ ചേർക്കും കേട്ടോ. ക്യാബേജ് 1/4 ഭാഗവും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കുകയാണ്. ഈ ഒതുക്കി വെച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. തേങ്ങ ഒന്ന് ചൂടായാൽ മാത്രം മതി, നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഉലർന്ന് കിട്ടി. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ചെറുതാക്കി ക്യാബേജ് നുറുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ഭംഗിയും സ്വാദൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ 2 മണി കടുക് ചതച്ചിട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കും. ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും പറയുമല്ലോ അതുപോലെ, എന്താ ക്യാബേജ് ഇഷ്ടമല്ലാത്തവരും കഴിച്ചു പോകും, ആ ഒരു സ്റ്റൈലുള്ള ക്യാബേജ് തോരനാണ്. വിഷുവിന് നമ്മൾ കാണിക്കാൻ പോണത് ഒരു ഗോതമ്പ് റവ അതുപോലെ ചവ്വരി കൊണ്ടുണ്ടാക്കിയ നല്ലൊരു പായസമാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിക്കുന്ന അളവ് പായസത്തിൻ്റെ മാത്രം. നമ്മൾ സദ്യ ചെയ്ത സമയത്തൊക്കെ ഒരു 5-6 പേർക്കുള്ള ചെറിയൊരു ഫാമിലിക്കുള്ള അളവിൽ ഉള്ള സദ്യ ഐറ്റംസ് ആണ് നമ്മൾ കാണിച്ചത്. പായസം മാത്രം കുറച്ച് കൂടുതൽ അളവിലാണ്, ഒരു 20 പേർക്ക് കുടിക്കാവുന്ന അളവിലുള്ള പായസമാണ്. പായസം വയ്ക്കാം. ഇതുപോലെ ഉള്ളൊരു കപ്പിൽ 2 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ചവ്വരിയും നുറുക്ക് ഗോതമ്പും, അതായത് ഗോതമ്പ് റവയും കൂടിയിട്ടുള്ള പായസമാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. 100 ഗ്രാം അളവിൽ ചവ്വരി ഒരു 15 മിനിറ്റ് നേരം കുതിർത്തി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോൾ റവ ചേർക്കണം. റവ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് റവ, ഫൈൻ സൂചി ഗോതമ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. കണ്ടാൽ നമ്മുടെ സാധാരണ റവയുടെ പോലെ തോന്നുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഗോതമ്പ് റവ വേണം എടുക്കാനായിട്ട്. 300 ഗ്രാം അളവിലാണ് എടുക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. ആ ഗോതമ്പ് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ടാവും. കണ്ടോ, വെള്ളം ഇങ്ങനെ വറ്റി തുടങ്ങണ സമയത്ത് കുതിർത്തി വെച്ച ചവ്വരി ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർക്കുകയാണ്. ചവ്വരിക്ക് അധികം വേവില്ലല്ലോ. ചവ്വരി ചേർത്ത് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി നമ്മൾ അരിച്ച് വച്ചിട്ടുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയുടെ അളവ് പറയുകയാണെങ്കിൽ ശർക്കര നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ളതാണ് ചേർക്കണത് കേട്ടോ. അപ്പോൾ ശർക്കരയുടെ അളവ് പറയുകയാണെങ്കിൽ 1/4 കിലോ മുതൽ 1 കിലോ വരെ, അത് മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്, 1/4 കിലോ ആയിട്ട് കുറയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള അതേ കപ്പ്, ആദ്യം കാണിച്ച അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളത്തിലാണ് ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളത്. ശർക്കരപ്പാനി ചേർത്ത് ആ ശർക്കരപ്പാനിയിലെ വെള്ളം ഒന്ന് വറ്റി തുടങ്ങണ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം കേട്ടോ. ഞാൻ തീയ് ലോ ഫ്ലെയിം ആക്കുകയാണ്. 4 തേങ്ങയുടെ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. 4 തേങ്ങയുടെ പാല്. അതിൽ 1-ാം പാലായിട്ട് 1 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാലായിട്ട് 2.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന വലിയ കപ്പ് അത് 1 ലിറ്ററിൻ്റെ കപ്പാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കി എടുക്കുമ്പോൾ ഇതുപോലെ ആവും കേട്ടോ. ഇനി 1-ാം പാൽ ഒഴിക്കുകയാണ്. 1-ാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളക്കരുത് എന്നാണ് പറയുക. പക്ഷേ അത് ഒറിജിനൽ വെള്ളം ചേർക്കാത്ത പാലാണെങ്കിലാണ്. ഇപ്പോൾ നമ്മൾ തേങ്ങ നല്ലോണം വെള്ളം ചേർത്തിട്ടാണ്, 4 വലിയ തേങ്ങ അത്യാവശ്യം നല്ലോണം വെള്ളം ചേർക്കുമ്പോഴാണ് ഈ പറഞ്ഞ അളവിലൊക്കെ നമുക്ക് 2-ാം പാലും 1-ാം പാലൊക്കെ കിട്ടുന്നുള്ളൂ. എന്തായാലും തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്ത് മാത്രമേ വറുത്തിടുള്ളൂ കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇപ്പോൾ ഏലക്കായപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടണമെങ്കിൽ അങ്ങനെ വറുത്തിടാം. നിങ്ങളുടെ കമൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്ര കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പേരാണ് വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കി അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു തരാറുണ്ട്. കമൻസിൽ കാണുമ്പോഴും ഒരുപാട് സന്തോഷമാണ്. അതുകൊണ്ട് മാത്രമാണ് ഒരുപാട് സമയം നമ്മൾ നിന്ന് ഷൂട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഹാപ്പി വിഷു.